ഗുഡ് മോർണിംഗ്. ഈശ്വരശിയായി സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഓഗസ്റ്റ് മാസം 31 തീയതി മുതൽ 31 വരെ പഠിച്ച വചനങ്ങൾ, അതിൻ്റെ ഒരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു പാട്ടില്ലേ, നമ്മുടെ ദൈവം ഒരറിവിൽ നിൽക്കേണ്ട ഒന്നല്ല, ദൈവം ഒരനുഭവമായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അനുഭവമായിട്ട് മാറണം. പാട്ടിങ്ങനെയാണ്, അതിൻ്റെ 4 ലൈൻ, ഞാൻ പാട്ടുകാരനൊന്നുമല്ല എങ്കിലും അതിൻ്റെ ഒരു 4 ലൈൻ ഇതിങ്ങനെയാണ് പോകുന്നത്. അറിവല്ല എന്നുടെ ദൈവം, വെറും അനുഭൂതിയല്ലെൻ്റെ ദൈവം, ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം, അനുഭവമാണെൻ്റെ ദൈവം. ദൈവം ഒരു അനുഭവമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും മാറട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയ സ്നേഹിതരെ, ഇന്നലെ നാം പഠിച്ചത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3-ാം ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യമാണ്. ഒറ്റ അധ്യായമേ ഉള്ളൂ. തേർഡ് ലെറ്റർ ഓഫ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 1 verse 2. അതിങ്ങനെയായിരുന്നു: വാത്സല്യ ഭാചനമേ, സ്നേഹത്തോടെ നമ്മെ വിളിക്കുന്നതാണ്, സ്നേഹത്തോടെ നമ്മെ വിളിക്കുക. ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് സ്നേഹത്തോടെ, അതിനേക്കാൾ അധികമായിട്ട് നമ്മെ സ്നേഹിക്കുന്നൊരു വാക്കാണ് വാത്സല്യ ഭാചനമേ. നിൻ്റെ ആത്മാവ് സ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ നിനക്ക് എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരു വചനമായിരുന്നു ഇന്നലെ നാം പഠിച്ചത്. ഇന്ന് നാം പഠിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 5-ാം വാക്യം, ദ ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 30 verse 5. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമാണെന്ന് തെളിയുന്നു. വചനം ഇതാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമാണെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. തന്നെ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു കവചമാണ് ദൈവം. എല്ലാ തിന്മയിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന് നമ്മെ സൂക്ഷിക്കുന്ന ഒരു കവചമാണ് ദൈവം. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമാണെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. എവ്രി വേർഡ് ഓഫ് ഗാഡ് പ്രൂവ്സ് ട്രൂ. He is a shield to those who take refuge in him. He is a shield to those who take refuge in him. ദൈവത്തിൻ്റെ കവചം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൽ നിന്നൊരു സംരക്ഷണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കണം: ദൈവമേ, എല്ലാ തിന്മയിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന് എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഒരപകടവും ഉണ്ടാകല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കാറില്ലേ. ദൈവം നമുക്ക് കവചമാണ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങൾക്ക് ഒരു കവചമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.